ദൈവവിശ്വാസം ദൈവത്തിന്റെ പേര് പറഞ്ഞ് മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നതാണോ? മറ്റുള്ളവർക്ക് ശാന്തനാക്കലാണ്. ഓം ശാന്തി 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 എന്ന് പറയുന്ന ദൈവവിശ്വാസം ശാന്തിക്ക് പകരം കലാപവും വെറുപ്പവും ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് മാറുന്നതെന്തേ? ഈ ദൈവവിശ്വാസത്തിന്റെ അന്തരാർത്ഥം അറിയില്ല. ദൈവത്തെ ഉപയോഗിച്ചാൽ പണവും അധികാരവും ലഭിക്കുവാനുള്ള സൂത്രപ്പണിയായിട്ട് ദൈവത്തെ ഉപയോഗിക്കലല്ല. ഇവിടുത്തെ മനുഷ്യരുടെ ആന്തരികമായ വികാസം ശിവമുണ്ടാക്കലാണ് ദൈവവിശ്വാസത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. ഇവിടുത്തെ അമ്പലം ഉയർന്നു വരുമ്പോ നിങ്ങളുടെ സാംസ്കാരിക നിലവാരവും ഉയർന്നു വരണം. ഇവിടുത്തെ വെളിച്ചം കത്തിക്കുന്ന തിരികളുടെ എണ്ണം കൂടുമ്പോ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും കത്തുന്ന തിരികളുടെ എണ്ണം കൂടണം. അങ്ങനെ കൂടി നല്ല മനോഹരമായ മനുഷ്യരും പരസ്പരം സ്നേഹിക്കുന്ന, നമ്മളെ അറിയാത്തവരും നാം അറിയാത്തവരുമായ നാട്ടുകാരുണ്ടാവരുത്. നമുക്കെല്ലാവർക്കും എല്ലാവരെയും അറിയുന്ന, മനസ്സിനെ വളർത്തുന്ന ഒരു ഗ്രാമമായി ഇതിന് മാറണം. അതിന് മനസ്സ് വളർത്താൻ നല്ല സോഫ്റ്റനായ ബന്ധങ്ങൾ പ്രകൃതിയോടും ദൈവത്തോടും മനുഷ്യരോടും. സോഫ്റ്റനായ ചപ്പാത്തിയും സോഫ്റ്റനായ ഇഡ്ഡലിയും പോരാ, സോഫ്റ്റനായ ബന്ധങ്ങൾ ഉണ്ടാവണം. എങ്ങനെയത് സോഫ്റ്റനാകാൻ? ഒന്ന് സ്മൈൽ, പുഞ്ചിരിക്കുക. പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു മനുഷ്യനല്ലേ? ഈ ക്ഷേത്രം, ഇവിടുത്തെ ഉത്സവം മനുഷ്യരുടെ ഹൃദയൈക്യത്തിന്റെ ഉത്സവമാക്കി മാറ്റി. പലയിടങ്ങളിലും ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പല ആളുകളുടെയും വെറുപ്പ് തീർക്കാനുള്ള ചാൻസ്, അടി, കുഴപ്പം. ഇവര് വലിയ ഭക്തന്മാരാണെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യും അല്ലേ? ദൈവത്തെ അപമാനിക്കുകയാണത്. അതുകൊണ്ട് നാടിന്റെ ഐക്യം, ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ ഭേദമന്യേ ഈ നാട്ടിലെ മനുഷ്യരെല്ലാം ഒറ്റക്കെട്ടായി മാറി സ്നേഹസമ്പൂർണമായ ഒരു ഗ്രാമത്തിലേക്ക് നയിക്കാൻ ഈ ശിവം, അങ്ങനെ ഒരു ശിവം ഈ രാത്രി കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ശിവം ഉണ്ടാവുന്നത്. രാത്രി കഴിഞ്ഞിട്ടാണ് ശിവം. ഈ ശിവരാത്രി കഴിഞ്ഞ് ഒരു നല്ല ശിവം, നന്മ, മംഗളം ഈ ഗ്രാമത്തിൽ ഉണ്ടാകാൻ ഈ ഉത്സവം നിങ്ങൾക്ക് കരുത്ത് തരട്ടെ.